ഒരു വശത്ത് ഭാവി തലമുറ, ഒരു വശത്ത് സുന്ദരിമാരും, എല്ലാം കൂടി ഇരുന്നിങ്ങനെ നാക്കിലെ നീട്ടിയിരുന്നാട്ടെ ചമ്മന്തി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ക്ഷമിക്കണോ കേട്ടോ. പുട്ടുപോലെ പുട്ടുണ്ടാക്കി ദിലീപ്. കുട്ടിക്കലവറയിലെ കുസൃതി കുട്ടികൾക്ക് പുട്ടടിക്കാൻ പുട്ടിന്റെ മഹാരുചിയുമായി പുട്ടുപോലെ പുട്ടുണ്ടാക്കി ഇതാ ദിലീപ്. നമുക്ക് പുട്ട് കഴിക്കണ്ടേ? കുട്ടിക്കലവറ ഇന്ന് എത്തി നിൽക്കുന്നത് ദേ പുട്ടിലാണ്. ദിലീപേട്ട, സ്വാഗതം. എന്നുള്ളൊരു കോൺസെപ്റ്റ് അതെന്താണ്? ദേ പുട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നാദർഷയും നമ്മളിങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റ്, കാരണം ഞങ്ങളൊരു 3-5 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ എന്നും കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ടുണ്ടായ ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പം ഞങ്ങൾ ഈ ഓണത്തിന് ഈ പുട്ട് വെച്ചോടെന്നൊക്കെ പറഞ്ഞ കാസറ്റുകൾ ചെയ്യുക, ദേ മാവേലി കൊമ്പത്ത്, അങ്ങനെ ആലോചിച്ചാണ് ഞങ്ങൾ ദേ പുട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലർപ്പില്ലാത്ത ആഹാരം അത് തന്നെയാണ്. ഇവിടെ മറ്റുള്ള ഡ്രിങ്ക്സുകൾ, ഇവിടെ എല്ലാം ഫ്രഷ് ജ്യൂസും കാര്യങ്ങളും തന്നെയാണ് കൊടുക്കുന്നത്. കാരണം മനുഷ്യനെപ്പോഴും ഒരുപാട് വിഷാംശങ്ങൾ നമ്മളിലേക്ക് നമ്മളറിയാണ്ട് തന്നെ നമ്മൾ കഴിച്ചു കൂട്ടുന്നുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാധനത്തിലേക്ക് പോകാതെ എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പുട്ടാണ് നല്ലത്. കാരണം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഞങ്ങളുടെ സഹോദരന്മാരാണ് ഇതിനകത്ത്. കാരണം അവരുടെ പ്രയത്നമാണ് ഇതിനെങ്ങനെ നല്ലത്. ഇപ്പം നമ്മളുടെ ഗസ്റ്റുകളാണെങ്കിലും, ഗസ്റ്റുകളൊക്കെ ഇവിടെ ഞങ്ങൾ കാണുന്നത് കൺകണ്ട ദൈവങ്ങളെ പോലെയാണ്. എനിക്ക് ദിലീപങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെന്ന് വെച്ചാൽ റിംഗ് മാസ്റ്ററാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എന്നെ ദിലീപേട്ടെന്ന് വിളിച്ചാൽ മതി. കാരണം എനിക്കെന്തായാലും ഇനി ശാരീരികമായിട്ടും ഒക്കെ വളർച്ച ഉണ്ടാവും തോന്നുന്നില്ല. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാൽ ദിലീപേട്ടൻ സ്പൈക്ക് ചെയ്തിട്ട് കുറെ പട്ടികളുടെ ഇടയിൽ കിടന്ന് കുറെ കോമഡി ഒക്കെ പറയത്തില്ലേ, ഇവന്റെ അച്ഛൻ പണ്ട് ജോക്കറിലായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് പറയത്തില്ലേ, അതിന് മുമ്പൊരു സീനില്ല. അത് അത്രയും സീൻ എനിക്ക് ഇഷ്ടമാണ്. അതിന് മുമ്പത്തെ എല്ലാ സീനും ഇഷ്ടമായിരുന്നു. ഓക്കെ ഓക്കെ. കമ്മത്തിലില്ലേ വേറൊരു ഭാഷ സംസാരിച്ചില്ലേ, അതുപോലെ തന്നെ സംസാരിക്കോ? അത് നമ്മൾക്ക് എങ്ങനെ പറയാൻ കൊടുക്കാൻ പറ്റും? പറഞ്ഞില്ലേ, അതുപോലെ പറഞ്ഞാ മതി. അതുപോലെയല്ലേ നമ്മൾ പറയാൻ കൊടുത്ത്. നീ കമ്മത്ത് കണ്ടോ? അതിലെങ്ങനെയാ സംസാരിച്ചത് ദിലീപേട്ടൻ? മറ്റേ ഒരു തമിഴ്, ഇതുങ്ങടെ കോഴിക്കോട് ഭാഷ. കോഴിക്കോട് ഭാഷയോ? കമ്പത്തില് ബെസ്റ്റ്. ആർക്കറിയാം കമ്പത്തിലെ ദിലീപേട്ടൻ സംസാരിച്ചത്? കൊങ്ങണി ഭാഷ. നിങ്ങൾക്ക് ഭക്ഷണം എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണം ഇഷ്ടം? പുട്ടാണ് ഇഷ്ടം. ഇന്ന് നമുക്ക് എന്തും കഴിക്കാം കുഞ്ഞു, ഇന്ന് ഇവിടുത്തെ എന്തും കഴിക്കാം. ബിൽ ഫ്രൈ ഇല്ല കേട്ടാ. അതൊക്കെ നമ്മള് നേരത്തെ വാങ്ങിച്ചില്ലേ. ആരടി തുടങ്ങിക്കോ. സാറേ സാറേ സാമ്പാറേ, ബാക്കി പാട്. പൂച്ച വിളമ്പും പുളിശ്ശേരി,
നാക്കിലെ നീട്ടിയിരുന്നാട്ടെ ചമ്മന്തി. എനിക്കിഷ്ടമുള്ള സിനിമ മായാമോഹിനിയാണ്. അതിൻ്റെ അകത്ത് എന്തോ സ്റ്റെപ്പ് എന്തോ കയറുമ്പോൾ ഒരു റെഡ് വെള്ളം പോലത്തെ എന്തോ സാധനം സാരി നിറച്ച് വീണിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ആ സീൻ എനിക്കിഷ്ടമാണ്. പിന്നെ വേറെ സീൻ ഇഷ്ടമാണ്. ഈ വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് ബ്രാൻഡി കുടിക്കും, എന്നിട്ട് ഛർദ്ദിക്കുമ്പോൾ കുട്ടി ഉണ്ടായി എന്നൊക്കെ പറയും. കുഞ്ഞുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ് ദിലീപ് ഏട്ടൻ അഭിനയിച്ചത്? റിംഗ് മാസ്റ്റർ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അത് പട്ടി കൊണ്ടിങ്ങനെ നടക്കുന്ന അതിന് മനസ്സിലായില്ല. ഒരു കയറുള്ള 5-6 പട്ടികളെ കൊണ്ടല്ലേ പലതരത്തിലുള്ള സ്വഭാവമുള്ള. ഞാൻ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ലാബ് ഇതിലുള്ള ബ്രീഡിലുള്ള ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നായയുടെ ഇവിടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് വന്ന് സൂചിച്ചിരിക്കും. അത് കഴിഞ്ഞ് കൈ മാറ്റി കഴിഞ്ഞാൽ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തോണ്ടിയിട്ട് വീണ്ടും നമ്മളിങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ കുട്ടികൾ നമ്മളോട് പെരുമാറുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഫീല്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഫിലിം ചെയ്യുമ്പോഴാണ്. അത് സത്യം പറഞ്ഞാൽ അതിൽ ഒരു 99% നായ്ക്കളും 99% അല്ല, ഈ മെയിനായിട്ട് അഭിനയിച്ച നായ്ക്കൾ ഒന്നും ട്രെയിൻഡ് അല്ല. അതല്ലാത്ത നായിക. ഇപ്പം ഞാൻ ആ നായ്ക്കളെ കൊണ്ട് ഒരു പാട്ടിലൊക്കെ ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഞാനാണ് നായയുടെ സ്ഥലത്താണെങ്കിൽ ഞാൻ കടിച്ചേരാം. നമ്മളൊരു കാരണം നമുക്ക് ചെയ്തൊന്നും അറിയാൻ പാടില്ലാത്ത. പിന്നെ അവസാനം വേറൊരു ആള് വൈക്കത്തുള്ള രാജീവ് അവർ വന്നിട്ടാണ് ഇതിനെ ശരിക്കും ട്രെയിൻ ചെയ്യിപ്പിച്ചത്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് നമ്മളായിട്ട് അടുക്കാനും നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാന്ന് പറയില്ല. അപ്പോൾ ഒരു ട്രെയിനർ എന്ന് പറയുന്നത് നമ്മളൊരു ആളുടെ ശിക്ഷണത്തിൽ ഇത് പോവാന്ന് പറയുമ്പോൾ ഒരു നായ് മറ്റു മൃഗങ്ങൾ എന്താണെങ്കിലും അതിനെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ആൾക്കാരെ അവർ നിസ്സാരമായിട്ടല്ല കാണേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ദിലീപ് ഏട്ടാ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടം റിംഗ് മാസ്റ്റർ, തിളക്കം. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ദിബിലിയേട്ടന്നൊക്കെ ആയിട്ടാണ്. ദിലീപേട്ട എനിക്കൊരു തട്ട് പുട്ട് തരുമോ? ഒരുപാട് ഉറപ്പായിട്ടും പല തരത്തിലുള്ള പുട്ടുകൾ തന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ CID മൂസ. അത് കണ്ടോ? അത് മോനൊക്കെ ടിവിയിലായിരിക്കും കണ്ടിരിക്കുക അല്ലേ? തിയേറ്ററിൽ പോയി കണ്ടോന്നാ ചോദിക്കണേ. കണ്ടു. തിയേറ്ററിൽ പോയിട്ട് കണ്ട? അത് 13 വർഷം മുമ്പുള്ള സിനിമയാണ്. മോനിപ്പോ എത്ര വയസ്സായി? 10 വയസ്സ്. 10 വയസ്സ്. ശരിയാ, കണ്ടിട്ടുണ്ടാവും. ശരിയാ അല്ലേ? ടിവിയിലാണ് കണ്ടത് അല്ലേ? ടിവിയിൽ നിങ്ങളെല്ലാം കണ്ടിട്ടില്ല ഫിലിം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തിളക്കം. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ആ കുതിരയുടെ പുറത്ത് കയറിയിരിക്കുന്നത്. അത് എത്രയും വലുതായിട്ട് അങ്ങനെ കയറിയിരുന്നു. കുതിരയുടെ പുറത്താ? ആ പാട്ടിന് അവസാനം ഒരു കുട്ടിയുടെ പുറത്ത് നിന്നിട്ട് ദിലീപേട്ടൻ അങ്ങനെ പോകൂലേ? അത് കുതിരപ്പുറത്തല്ലല്ലോ, കുട്ടിയുടെ പുറത്ത് കയറിയിരിക്കുന്നല്ലേ? അത് അത്രയും ഹൈറ്റ് ഉണ്ടായിട്ട് എങ്ങനെ കയറിയിരുന്നു? ആ കുട്ടിയുടെ പവറാ. ആണോ? അതാണ് നമ്മൾ കുട്ടികൾക്ക് വേദനിക്കാതെ അതിൻ്റെ കൂടെ ഇരുന്നങ്ങോട്ട് പോകും. ഇത്രയും കുട്ടികൾ ഇത്രയും സിനിമകളുടെ പേരും അതിൽ ഓരോ സീൻ ബൈ സീനായിട്ട് എടുത്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്രയും ആഴത്തിലിറങ്ങിയ ഒരു ജനപ്രിയ നടൻ എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ മാത്രമായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു അത്രയും പിള്ളേരിലോട്ട് ഇറങ്ങി ചെന്നിരിക്കുന്ന ഓരോ വേഷങ്ങളായാലും, ഇപ്പോൾ മായാമോഹിനി ആണെങ്കിലും ഇപ്പോൾ തിളക്കത്തില് മുണ്ട് പറിക്കുന്ന ആ ഒരു സംഭവം എല്ലാം പിള്ളേർക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര കാച്ചിങ് ആണ്. കാരണം ഒരു ഹീറോയിസും ഉണ്ട് അതിൽ അവർക്ക് ഇഷ്ടമുള്ള. ഇപ്പൊ മീശമാധവനിലാണെങ്കിലും ആ ഒരു കൗതുകവും മാത്രമല്ല എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തമാശയാണെങ്കിലും അങ്ങനത്തെ ഒരു എപ്പോഴും ദിലീപേട്ടൻ ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിലും ആ ഒരു സംഭവം ഉണ്ട്. എന്നും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥന ദിലീപേട്ടനോട് ഇവനെ ഒന്നും ഡോക്ടറെ കാണിച്ചാൽ കിട്ടാം. ഈ ഷോർട്ട് സൈറ്റിന്റെ പ്രശ്നം അങ്ങനെ എല്ലാം ഷോർട്ടായിട്ടാ കാണാൻ പറ്റും. എന്റെ പക്രൂന്ന് പക്രുവിനെ ബാഹുബലി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ശിവലിംഗം ഒക്കെ എടുത്തോണ്ട് പൊക്കൊന്നും ചെറുതായി പോയതായിരിക്കാം. ദിലീപേട്ട നമ്മുടെ കുട്ടികളോട് ദിലീപേട്ടൻ എന്താ പറയാ? കുട്ടികളോട് ഇത് നിങ്ങളുടെ നല്ല പ്രായമാണ്, നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ഒരു ടെൻഷനില്ല. ടെൻഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, പഠിത്തം. പക്ഷെ അതൊരു ബേസാണ്, നമുക്ക് ആവശ്യമാണ് പഠിത്തം.
കാരണം ഇപ്പോൾ ഈ ഇരിക്കുന്നതിൽ ഒരുപാട് പേര് ചിലപ്പോൾ സിനിമാ നടന്മാരാവാം, നടിയാവാം, IAS-കാരാവാം, IPS-കാരാവാം, ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം. നീ ആരെങ്കിലും ആവോ? പോലീസാ. അപ്പൊ അതാ പറഞ്ഞ IPS ആവാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഒന്നും പറയരുത്. അപ്പൊ കേട്ടോ ദിലീപേട്ട അവൻ നുണ പറയില്ല. പറഞ്ഞേക്കണോട്ടാ, ചേച്ചിയോടൊത്ത് പറഞ്ഞേക്കണോ. അമ്മ പോലീസ്, അച്ഛൻ ഫയർഫോഴ്സിലാണ്. വെള്ളം എടുത്ത് തലയിലേക്ക് ഒഴിക്കും. അത് വിട്ടുപോയല്ലേ? കേട്ടില്ലേ? ഓ ശരി. അപ്പൊ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി അച്ഛൻ വന്ന് വെള്ളം ഒഴിച്ചെല്ലാം ഇതാക്കോ? തീയിട്ടാല് ഗ്യാസ് എത്തിക്കാൻ പറ്റില്ല, അച്ഛൻ വന്ന് വെള്ളം ഒഴിച്ച് കിട്ടുമോ? കുഴപ്പമില്ലല്ലേ? നിങ്ങൾ എല്ലാവരും അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ കേട്ട് നമ്മൾ വലിയ ആൾക്കാരാവണം. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയണം, ഞങ്ങൾ അന്ന് നമ്മൾ ഒരുമിച്ചിരുന്നു, ദിലീപേട്ടനെ കേട്ട് നമ്മൾ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മളൊന്നും കൂടി നമുക്ക് ഭയങ്കര ഇപ്പം എന്ത് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ IAS-കാരനാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എന്ന് പറയുന്നൊരു സന്തോഷമില്ലേ? കുക്കാവുള്ള. അപ്പോൾ ഷെഫ് ആവാനാണ് താല്പര്യം. എന്ത് ജോലിയിലാണെങ്കിലും അതിൽ നമ്പർ 1 ആവാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. ദിലീപേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടിക്കലവറയിലെ? അല്ല, കുറച്ച് നേരം പോയതറിഞ്ഞില്ല. കാരണം ഒരു വശത്ത് നല്ല കുട്ടിപ്പട്ടാളങ്ങളും എന്ന് പറയാൻ പറ്റില്ല, ഭാവി തലമുറ ഒരു വശത്ത് സുന്ദരിമാരും എല്ലാം കൂടി ഇരുന്നിങ്ങനെ ബാലൻസ് ചെയ്ത് അങ്ങനെ നമ്മൾ അറിഞ്ഞില്ല, കുറെ നേരത്തെ സമയം പോയത് അറിഞ്ഞില്ല. ദിലീപേട്ടന്റെ കമ്മിങ് പ്രോജക്റ്റ് അടുത്ത ഇപ്പോൾ റിലീസ് ആവാൻ പോകുന്ന ക്രിസ്മസിന് റിലീസ് ആവുന്നത് 2 കൺട്രീസ്. അതിലൊരു കൺട്രീനെ നമ്മൾ കണ്ടു. അടുത്ത കൺട്രിയെയും കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും പോയി കാണണം. ക്രിസ്മസിനാണ് അതിന്റെ റിലീസ്. ഇന്ത്യ എന്ന എന്റെ കൺട്രിയിൽ നിന്ന് അതിനേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള കാനഡ എന്ന നിന്റെ കൺട്രിയിലേക്ക് വേറെ കൂതറ കൺട്രിയായ നിന്നോടൊപ്പം ഞാൻ വന്നിട്ടുണ്ട്. അവന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, വെറും കൺട്രിയാണ്. യു കൺട്രി ഓടി കൺട്രി. അപ്പൊ ദിലീപേട്ടന് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് പുട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ആരും ഇവിടെ നമുക്ക് ചെവിതല തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ദിലീപേട്ടൻ കുട്ടികൾക്ക് പുട്ട് കൊടുക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ സജ്ജീകരിക്കാൻ പോവാണ്. നമുക്ക് പുട്ട് കൊടുത്താലോ ദിലീപേട്ട? നമുക്ക് പുട്ട് കഴിക്കുന്നു നമ്മൾ. ഓക്കെ. പുട്ടുപോലെ പുട്ടുണ്ടാക്കി ദിലീപ്. കുട്ടിക്കലവറയിലെ കുസൃതി കുട്ടികൾക്ക് പുട്ടടിക്കാൻ പുട്ടിന്റെ മഹാരുചിയുമായി പുട്ടുപോലെ പുട്ടുണ്ടാക്കി ഇതാ ദിലീപ്. നമുക്ക് പുട്ട് കഴിക്കണ്ടേ? നമ്മുടെ കുട്ടികൾ എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. ഇന്ന് ദിലീപേട്ടൻ ഇവർക്ക് പുട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. ദിലീപേട്ട, എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ മാർബിൾ പുട്ട്, കുഞ്ഞുകുനം പുട്ട്, മിക്സഡ് ഫ്രൂട്ട് പുട്ട് അതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതെ. ഇപ്പൊ ദിലീപേട്ടൻ എന്താ ഉണ്ടാക്കി തരാൻ പോണേ ഞങ്ങൾക്ക് പെട്ടെന്ന്? ഞാൻ ഉണ്ടാക്കി തരുന്നതിനേക്കാൾ നല്ലത് കൈപുണ്യമുള്ള നമ്മുടെ ഷെഫ് ഉണ്ട്. ഷെഫ് ഉണ്ടാക്കി തരും, ഞാൻ എടുത്ത് അവർക്ക് കൊടുത്തു. അതെ. നമുക്ക് പുട്ട് കഴിക്കണ്ടേ? ഉണ്ടാക്കാം. റെഡി ചേട്ടാ? ഓക്കെ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മാർബിൾ പുട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്.
പുട്ടിൽ ആദ്യം എന്തായിരുന്നു? തേങ്ങ. എല്ലാവർക്കും അറിയാലോ. മാർബിൾ എന്താണെന്ന് അറിയോ? മാർബിൾ കണ്ടിട്ടില്ല? മാർബിൾ കണ്ടിട്ടില്ല? പേടിക്കരുത്. വീട് പണിയുമ്പോ മാർബിൾ കണ്ടിട്ടുണ്ടെന്ന്. ഇത് വീട് പണിയണ പോലത്തെ ലൈറ്റാണ് ഈ പണിയാവണത്. ദിലീപേട്ടൻ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇത് സമയക്കുറവ് മൂലം പരീക്ഷണങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് ഷെഫിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ ഫുഡും ദിലീപേട്ടൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാ? നമ്മള് ഓരോ ദിവസവും വെറൈറ്റി കാര്യങ്ങളാണ് ഇവർ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് പോകുള്ളൂ. നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടാലേ ജനങ്ങൾക്ക് ഇഷ്ടാവുള്ളൂ. മാർബിൾ പുട്ട് വയ്ക്കാൻ പോവാണ്. ആവി കാരണം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. നല്ലൂടെ കയറി ഇവിടെ വരും. സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ഇതൊക്കെ ഒരു ചെറിയ എന്താ പറയാ, നമ്മള് എന്താ പറയാ, ചുളുക്ക് വിദ്യ എന്നൊക്കെ പറയില്ലേ? ടിപ്സ്. ആ, അതാണ്. അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി മാത്രം. സ്പെഷ്യൽ ഒരു ഇത് സ്പെഷ്യൽ ഫുഡാണോ? നമുക്ക് കുട്ടികളെ പറയില്ലേ? സ്പെഷ്യൽ ഐഡിയ ആണിത്. ആണോ? പിള്ളേര് ഭയങ്കര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാണ്. ഇതെന്ത് ടേസ്റ്റ് ആയിരിക്കും? നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും അറിയാം. എന്നാലും ഞങ്ങൾക്ക് ഒരു ആകാംക്ഷ കഴിക്കുന്നതിനും പറയാം. കഴിക്കുന്നതിന് ഇതില് നമ്മൾ സാധാരണ പുട്ടിന് എന്ത് ടേസ്റ്റ് ആയിരിക്കും? നോർമലി നമ്മള് റൈസ് തേങ്ങയും അത് തന്നെയാണ്. കാരണം ഇതിനകത്ത് വേറെ കളർപ്പൊന്നുമില്ല. എല്ലാം ഇവിടെ വെച്ച് നിങ്ങളുടെ മുമ്പിൽ. പക്ഷെ ഞങ്ങൾ സാധാരണ വീട്ടിൽ കഴിക്കുന്ന പുട്ടിനെ പറ്റി അതല്ല ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള വ്യത്യാസം ഇതിനകത്ത് ഉണ്ടാവും. അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരാന്നറിയില്ല. അത് കഴിച്ചറിയുക എന്നുള്ളതാണ്. അനുഭവിച്ചറിയാം. തീർച്ചയായിട്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട്. ഈ ഏതെങ്കിലും ഒരു സിനിമയുടെ രംഗം ദിലീപേട്ടന് മനസ്സിലേക്ക് വരുന്നുണ്ടോ? പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ പല സിനിമയിൽ ഷെഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മിസ്റ്റർ ബട്ട്ലർ, കല്യാണരാമൻ, അതുപോലെ സ്പാനിഷ് മസാല, കമ്പത്ത്. അതിലൊക്കെ ഇതുപോലുള്ള പരിപാടികൾ നമ്മൾ ക്ഷമാപൂർവ്വം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് പുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആവി വരുത്താനുള്ള ശ്രമമാണ്. വന്നുകൊണ്ടിരിക്കുന്നു. ആവി വന്നു. ദിലീപേട്ടൻ നമുക്കായിട്ട് പുട്ടുണ്ടാക്കി തരാൻ പോവാണ്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദേ ആവി വന്നു. നല്ല സ്മെല്ല് വരുന്നുണ്ട്. പുട്ടിന് മണം വരുന്നില്ലേ? നല്ല മണം വരുന്നുണ്ടല്ലോ. അതാണ്, വെറുതെ അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. എടുക്കാം അല്ലേ? പുട്ടായി. ഏതിലേക്കാ? അത് ഒന്ന് കുറച്ചു. ഇനി ഇത് അതാണ്. സൂപ്പർ. ഇതാണ് കുട്ടിക്കലവറയിലെ കുട്ടികൾക്ക് ദേ പുട്ടിൽ നിന്ന് പുട്ട്. കുട്ടിക്കലവറയിലെ കുട്ടികൾക്ക് ദേ പുട്ടിൽ നിന്ന് പുട്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കഴിക്കുക. We wish you
അവിടെ എന്താ ഉള്ള ഒന്നും കണ്ടില്ലല്ലോ. ചേച്ചി അവിടെ ഒക്കെ വലിയൊരു കേക്ക് ഉണ്ടോ ബാക്കിൽ? ശരിയാ. ചിലപ്പോ നമുക്ക് സമ്മാനം മേടിക്കാൻ പോയേക്കുമായിരിക്കോ? ചിലപ്പോ അതിനു വേണ്ടി ആയിരിക്കും. അതാ പറഞ്ഞ നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അല്ലേ? എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഫുൾ ടീമിൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ, കാരണം കുഞ്ഞ് കൂടുതൽ അക്ഷമനാകുകയും അക്രമകാരിയാവുകയും ചെയ്യും. അവസാനം ഇതെന്നെ കൊണ്ട് മുറിപ്പിക്കാതെ ഇദ്ദേഹം തന്നെ എടുത്ത് തിന്നാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ അങ്ങോട്ട് നീട്ടുന്നില്ല. പക്രുചേട്ടൻ കട്ട് ചെയ്ത് തരുമ്പോ ഇതത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. പിന്നെ പക്രുചേട്ടൻ വായിൽ വെച്ചപ്പോ എന്തൊരു ടേസ്റ്റ് ആണെന്നാ. പിന്നെ ഞാൻ ഒറ്റക്ക് കഴിച്ചതിനെക്കാട്ട് സൂപ്പർ. എനിക്ക് പക്രുചേട്ടൻ ഇപ്പോഴും കൂടി വായിൽ വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് എനിക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. പക്രുചേട്ടൻ ആദ്യം എനിക്ക് വായി തരുമെന്ന് വിചാരിച്ചേ. ഞാൻ നിനക്ക് ആദ്യം തന്നത് അങ്ങനെ വിചാരിച്ച അതുപോലെ തന്നെ നടന്നു. അതാണ് ഞാൻ ബാഹുബലിക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഈ ചില കാര്യങ്ങൾ കാരണവന്മാർക്ക് കൊടുക്കണം എന്ന് അറിയില്ലേ? നമ്മുടെ ദേവനന്ദയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്തായാലും ഞങ്ങൾ എല്ലാരും അടിച്ചു പൊളിച്ചു. അപ്പൊ കേക്കൊക്കെ കഴിച്ച് ഇനി പക്രുചേട്ടൻ എവിടെയെങ്കിലും പോകണേ ഒന്നോട് ഇതുപോലെ കൊണ്ടുവരണേ. നല്ലൊരു ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഞാൻ ബർത്ത്ഡേക്ക് ഒരു ഇത്രയും വലിയ കേക്ക് ഉണ്ടല്ല, കേക്ക് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഹാപ്പി ക്രിസ്മസ്.